ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂദയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റോസ് സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് റോസ് സിറപ്പ് തയ്യാറാക്കി വെക്കുകയാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ പകുതി ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് റോസ് സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റലൈസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് റോസ് ഇതളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഡ്രൈഡ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ റോസ് എസൻസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബീട്രൂട്ടിന് പകരം ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർത്താലും മതി. ബീട്രൂട്ടിൻ്റെ ഒരു ഓവറായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇതിന് വരുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അതുപോലെ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് എല്ലാം തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. 1 മിനിറ്റോളൊന്നും മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് തിക്കാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലോളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാലോളം എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ തയ്യാറാക്കുന്ന എണ്ണത്തിനനുസരിച്ചുള്ള പാലെടുത്താൽ മതി. അപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സേമിയ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ചൂടുള്ള വെള്ളത്തിലേക്കാണ് സേമിയ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കാം. ഇതിൽ തന്നെ കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ കസ്കസ് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേപ്സ്, അനാറ്, ആപ്പിൾ, മാംഗോ, പഴം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സേമിയ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. കസ്കസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തണുക്കാൻ വെച്ച പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നല്ല തണുത്ത റോസ് സിറപ്പ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട കളറിനനുസരിച്ചുള്ള റോസ് സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ് സിറപ്പും മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്ലാസിൻ്റെ എല്ലാ സൈഡിലും ആവത്തക്ക വിധമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിന് മുകളിലായിട്ട് നമുക്കിനി റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ ഞാനൊരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്